പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിനത്തിലെ ഈ ഒരു ചൊവ്വാഴ്ച ദിനത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെല്ലാം യേശു ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പിന്നെ നോക്കിയേ, നമ്മളുടെ വരുന്ന വ്യാഴാഴ്ച 10ാമത്തെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന 10ാമത്തെ വ്യാഴാഴ്ചയാണ്. സാധിക്കുന്ന എല്ലാവരോടും പറയണം, നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് വേണം വരുന്ന വ്യാഴാഴ്ചയിലെ ശുശ്രൂഷയിൽ വരാനായിട്ട്. എന്ന് 2 ദിവസം മുൻപ് നിങ്ങളോട് പറയുകയാണ്. നല്ലൊരു കുമ്പസാരം നാളെ വരുന്ന വ്യാഴാഴ്ച പ്രത്യേകമായ വിടുതലിൻ്റെ ബന്ധന ശുശ്രൂഷയും വിട്ടിരിക്കുന്ന ശുശ്രൂഷകളെല്ലാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. സാധിക്കുന്നവരോടൊക്കെ നിങ്ങളിത് പറയണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 43:18. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. അതായത് നമുക്കെന്താ ചില കാര്യങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ വചനം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ വിട്ടേക്ക് മക്കളെ, അതിനോർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. ഞാൻ പുതിയ കാര്യങ്ങളിലെ നിങ്ങളിൽ ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾക്ക് അറിയുന്നില്ലേ എന്നുള്ളത്. അത് ശരിക്കും നമുക്ക് ഈ തമ്പുരാനോട് ഓർമ്മയുണ്ടെങ്കിലാണ് പ്രിയ സഹോദരങ്ങളെ, അത് ആദ്യം ഈ കാര്യം നമ്മൾ അറിയുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ടാണ്. ഞാൻ പലപ്പോഴും ആത്മീയ ഗുരുക്കന്മാരൊക്കെ ദൈവം ഓൾറെഡി നൽകി കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അനേകം ആത്മീയ ഗുരുക്കന്മാരെ കണ്ടിട്ടുണ്ട്. അത് കൃപാവരങ്ങളിൽ ആഴപ്പെടുന്നത്, അഭിഷേകത്തിൽ ആഴപ്പെടുന്നത്, ഒരുപക്ഷെ ഭൗതികമായ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പോലും കണ്ട് ദൈവം ഓൾറെഡി ഇടപെട്ടു എന്ന് കണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം ദൈവദാസന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്തരത്തിൽ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് മുളയെടുക്കുന്നത് നിങ്ങൾ മനസ്സിലാകുന്നില്ലേ, അറിയുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആത്മാവിൽ കണ്ട് പ്രാർത്ഥിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത്തരത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ട വിശ്വാസത്തിന്റെ കൃപ നമുക്ക് ഓരോരുത്തർക്കും ഈശോ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.